നമ്മളിൽ പലർക്കും മുരിഞ്ഞ ഭക്ഷണം ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ദോശ മുരിക്കാം, ഉണ്ണിയപ്പം, അതുപോലെ തന്നെ ഫ്രൈഡ് ചിക്കൻ, ഗ്രിൽ ചെയ്ത ചിക്കൻ, ഇതൊക്കെ നല്ല ടേസ്റ്റാണ്. പക്ഷേ ഇതുപോലെ ചൂടാക്കി മുരിക്കുന്ന സമയത്ത് ഏതെങ്കിലും പ്രത്യേക കെമിക്കൽ ഭക്ഷണത്തിൽ രൂപപ്പെടുന്നുണ്ടോ? ഭക്ഷണം മുരിക്കാൻ ഉപയോഗിക്കുന്ന ഏത് ടെക്നിക്കാണ് ഏറ്റവും അപകടം ഉണ്ടാക്കുന്നത്? എത്ര അളവിൽ മുരിഞ്ഞത് കഴിച്ചാലാണ് അപകടത്തിലേക്ക് പോകുക? ഇനി മുരിഞ്ഞ ഭക്ഷണം ആരോഗ്യത്തിന് കേടില്ലാത്ത രൂപത്തിൽ കഴിക്കാൻ എന്തെങ്കിലും മാർഗ്ഗങ്ങളുണ്ടോ? നമുക്ക് നോക്കാം. ഭക്ഷണം മുരിച്ച് കഴിക്കുന്ന സമയത്ത് 3 വ്യത്യസ്ത കെമിക്കലുകൾ രൂപപ്പെടുന്നുണ്ട്. ഇതിൽ ഒന്നാമത്തത് ചൂടാക്കുന്ന സമയത്ത് ഭക്ഷണത്തിലെ കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും അതല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റും ഫാറ്റും കൂടിയ ചൂടെത്തുമ്പോൾ ഒട്ടിപ്പിടിച്ചിട്ടാവുന്ന ഒരു കെമിക്കൽ. അതിന്റെ പേരാണ് AGE അഥവാ അഡ്വാൻസ്ഡ് ഗ്ലൈക്കോസിലേഷൻ എൻഡ് പ്രൊഡക്റ്റ്. ഏത് ഭക്ഷണവും കരിക്കുകയും മുരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ബ്രൗൺ കളർ അല്ലെങ്കിൽ ഒരു ഗോൾഡൻ കളർ അതിനകത്ത് AGE ഉണ്ടായിരിക്കും. ഇത് നേരെ രക്തത്തിലേക്ക് കലരുന്നു. കോശങ്ങൾക്ക് വളരെ കൂടിയ അളവിൽ ഓക്സിഡേറ്റീവ് ഡാമേജ് എന്ന കേടുണ്ടാക്കാൻ ഇത് മതി. ഇത് കാരണം നീർക്കെട്ട് കൂടാം, രക്തധമനികൾക്കകത്ത് എൻഡോത്തീലിയം എന്ന് പറയുന്ന തൊലി കേട് വരാം, കാലക്രമേണ ബ്ലോക്കുകൾ ഉണ്ടാവാം. AGE എന്ന് പറഞ്ഞാൽ ഇരുമ്പ് പൈപ്പുകൾ തുരുമ്പ് പിടിക്കുന്ന പോലെയാണ്. എന്ന് വെച്ചാൽ നിങ്ങളൊരു ഉണ്ണിയപ്പത്തിലോ നെയ്യപ്പത്തിലോ ചുറ്റും ബ്രൗൺ കളർ തുരുമ്പിന്റെ കളർ കാണുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ രക്തധമനികളിലും അതുപോലെ തന്നെ തുരുമ്പുണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് നിങ്ങൾ ഓർക്കണം. സാധാരണ നമ്മൾ ചിക്കനൊക്കെ കറി വെച്ച് ചൂടാക്കി ഉണ്ടാക്കുകയാണെങ്കിൽ അതിനകത്ത് ഏകദേശം ഒരു 1000 മുതൽ 1500 AGE യൂണിറ്റ് ആണ് ഉണ്ടാവുക. എന്നാൽ നമ്മൾ ചിക്കൻ കരിച്ചു മുരിച്ച് അതല്ലെങ്കിൽ ഗ്രിൽ ചെയ്തിട്ടൊക്കെ കഴിക്കുകയാണെങ്കിൽ അതിനകത്ത് 10,000-ലധികം AGE യൂണിറ്റ് ഉണ്ടാവും. കരിക്ക് മുരിക്കൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന രണ്ടാമത്തെ കെമിക്കൽ അക്രൈലമൈഡ് ആണ്. ഇതുണ്ടാകുന്നത് പ്രധാനമായിട്ടും ഈ സ്റ്റാർച്ച് അടങ്ങിയ ഭക്ഷണങ്ങൾ, അതായത് പൊട്ടാറ്റോ, ധാന്യങ്ങൾ, ബ്രെഡ്, ഇതൊക്കെ ചൂടായിട്ട് മുരിഞ്ഞും കരിഞ്ഞൊക്കെ വരുമ്പോഴാണ്. എന്ന് വെച്ചാൽ നമ്മൾ ബ്രെഡ് ചൂടാക്കുമ്പോൾ ചിലപ്പോൾ വക്കുകളൊക്കെ ഒന്ന് മുരിഞ്ഞു വരും, അതല്ലെങ്കിൽ ഫ്രഞ്ച് ഫ്രൈ ചൂടാക്കുമ്പോൾ വക്കുകൾ ഒരു ഗോൾഡൻ കളറിൽ വരും, അതല്ലെങ്കിൽ അവല് വറുക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് കരിഞ്ഞു വരും. ഈ കെമിക്കലിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ്. അതുപോലെ തന്നെ നാഡികൾക്ക് കേടുവരുത്താം, പ്രത്യുൽപാദന ശേഷിയെ ബാധിക്കാം, ശരീരത്തിലെ രക്തധമനികളെയും ബാധിക്കാം. കരിക്കുകയും പൊരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മൂന്നാമത്തെ കെമിക്കൽ കൊഴുപ്പ് ഓക്സിഡൈസ്ഡ് ആവുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നമ്മൾ എണ്ണയിലൊക്കെ ഇട്ടിട്ട് പൊരിക്കുന്ന സമയത്ത് ഈ എണ്ണ വല്ലാതെ ചൂടാവുന്നു. അന്നേരം അതിനകത്ത് കൊഴുപ്പ് ഓക്സിഡൈസ്ഡ് ആവുക. ഇത് രക്തധമനികൾക്കകത്ത് തൊലി കേടുവരുത്തുന്നുണ്ട്, ചീത്ത കൊളസ്ട്രോൾ അളവ് കൂട്ടുന്നുണ്ട്, ശരീരത്തിൽ നീർക്കെട്ടുണ്ടാക്കുന്നുണ്ട്, രക്തധമനികൾക്കകത്ത് രക്തം കട്ട പിടിക്കാനുള്ള ഒരു സാധ്യത കൂട്ടുന്നുണ്ട്. ഈ ഹോട്ടലുകളിലൊക്കെ ഒരേ എണ്ണ തന്നെ ഒരുപാട് തവണ വീണ്ടും വീണ്ടും ചൂടാക്കി ഉപയോഗിക്കുന്നത് കാണാറുണ്ട്. ഇങ്ങനെ ഉപയോഗിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പ്രശ്നം കൂടുതലാണ്. ഇനി ഏറ്റവും കൂടിയ അപകടമുള്ള ഭക്ഷണ സെറ്റപ്പ് എങ്ങനെയാണെന്ന് അറിയാം. ഈ 3 കെമിക്കലും ഒരുമിച്ചുണ്ടാവും. എന്ന് വെച്ചാൽ AGE ഉണ്ടാവും, അക്രൈലമൈഡ് ഉണ്ടാവും, ഓക്സിഡൈസ്ഡ് ഫാറ്റ് ഉണ്ടാവും. ഇത് കൂടുതലും സംഭവിക്കുന്നത് ഈ ഉണ്ണിയപ്പം, പക്കോട അല്ലെങ്കിൽ മുരിഞ്ഞ സമൂസ, മുരിഞ്ഞ ദോശ, ചിക്കനൊക്കെ ഭയങ്കരമായിട്ട് ഫ്രൈ ചെയ്യുക, ഫ്രഞ്ച് ഫ്രൈസ്, പൊറോട്ടയ്ക്ക് ഒന്ന് നന്നായിട്ട് ചൂടാക്കുക, ഇതൊക്കെ ചെയ്യുമ്പോൾ ഈ 3 കെമിക്കലും ഒരുമിച്ചുണ്ടാവും. ഇനി നമുക്ക് കുറച്ച് പൊരിഞ്ഞത് കഴിക്കാൻ വേണം, പക്ഷേ ഈ അപകടം ഉണ്ടാവാനും പാടില്ല എന്നാണെങ്കിൽ എന്താണ് ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള മറ്റു മാർഗ്ഗങ്ങൾ? അതിൽ ഒന്നാമത്തെ മാർഗ്ഗം എയർ ഫ്രൈ ചെയ്യാന്നുള്ളതാണ്. ഇതിൽ ഡ്രൈ ഹീറ്റ് ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ കുറച്ചൊരു മിനിമലായിട്ട് ഓയിൽ ഉപയോഗിച്ചിട്ട് ഒരു ക്രിസ്പി ആയിട്ട് മുരിഞ്ഞെടുക്കാൻ പറ്റും. രണ്ടാമത്തെ മെത്തേഡ് അവനിൽ ഒരു ആവറേജ് ചൂടിൽ മുരിച്ചെടുക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം ഒരിക്കലും ഉപയോഗിച്ച എണ്ണ വീണ്ടും വീണ്ടും കുക്കിങ്ങിനായിട്ട് റീയൂസ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. നാലാമത്തത് ബ്രെഡൊക്കെ ടോസ്റ്റ് ചെയ്യുന്ന സമയത്ത് വളരെ കുറഞ്ഞ അളവിൽ മാത്രം മുരിക്കാൻ ശ്രമിക്കുക. അഞ്ചാമത്തെ മെത്തേഡ് നമ്മൾ ചിക്കനൊക്കെ പ്രത്യേകിച്ച് ഗ്രിൽ ചെയ്യുന്ന സമയത്ത് അതിലൽപ്പം നാരങ്ങ നീരോ അല്ലെങ്കിൽ വിനിഗറോ തുടക്കത്തിലേ പുരട്ടുകയാണെങ്കിൽ ഈ കെമിക്കൽ ഉണ്ടാവാനുള്ള സാധ്യത 40% കുറയും.